ഹായ് നമസ്കാരം. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ദിവസത്തെ തുടക്കമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഉള്ളത് ഹോട്ടലിലാണ്. കുഞ്ഞി ഉറങ്ങുന്നത്, ബാക്കി അജൂട്ടിനെല്ലാം റെഡി ആവണത്രേ. മേബലിലേക്ക് അജൂട്ടാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ഗീർ ഫോറസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വൈകാതെ. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ്. ഗീറിലേക്കുള്ള വിസിറ്റാണ് ആദ്യം പ്ലാൻ. അപ്പോൾ എല്ലാം റെഡിയായി, വണ്ടിയൊക്കെ പാക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇരുന്നു. എന്താ ഇപ്പോൾ നമ്മളുള്ളത് ഗീർ നാഷണൽ പാർക്ക് ആൻഡ് സാങ്ച്വറി, സാസൻ ഗീറിലാണ് ഉള്ളത്. ഇവിടെ മെയിൻ എന്ന് വെച്ചാൽ ജംഗിൾ സഫാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യണം. ഓൺലൈൻ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റാണ്. 2-3 മാസം മുന്നേ ഒക്കെ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ഒരു ജംഗിൾ സഫാരി ഡീപ്പ് ഫോറസ്റ്റും, പിന്നെ ഒന്ന് നോർമലും. ഡീപ്പ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർമിഷൻ പാസ്സൊക്കെ എടുത്തിട്ട് പോകേണ്ടതാണ്. അതൊരു 5 മണിക്കൂർ സഫാരിയാണ്. മറ്റേത് നോർമൽ എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ. അപ്പോൾ അതിൻ്റെ മെയിൻ ടൈം എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ 6:30 ഒരു ഇതുണ്ട്, പിന്നെ ഒന്ന് വൈകിട്ട് 3:30. ഈ 2 ടൈം പോയാലാണ് സിംഹത്തിനെ കാണാൻ കൂടുതൽ ചാൻസ്. കാരണം ഈ ടൈമിലാണ് ഇവർ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ബാക്കി ടൈം വെച്ചാൽ ഇവർ ഫുഡൊക്കെ കഴിച്ച് അങ്ങ് കിടന്നുറങ്ങിക്കളയും. അപ്പോൾ ആ ഒരു സമയത്ത് പോയാലാണ് നല്ല ചാൻസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ ഒന്നും ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ദേവലിയ പാർക്കാണ്. അതെന്ന് വെച്ചാൽ ഓപ്പൺ ഫോറസ്റ്റ് അല്ല, ഇവരൊരു കുറച്ച് സ്പേസ് എടുത്തിട്ട് ഒരു ബൗണ്ടറി പോലെ ആക്കിയിട്ട് അതിനുള്ളിൽ പോയാൽ എപ്പോഴും കാണാൻ ചാൻസ് ഉണ്ട്. കാരണം അത് കുറച്ചൊരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, ഒരു 10-16 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സംരക്ഷിച്ച് വെച്ചതാണ്. ഇതുപോലെ ഓപ്പൺ വണ്ടികളുണ്ട്, പിന്നെ ഇത് ക്ലോസ്ഡ് വണ്ടിയാണ്. 2 തരത്തിലുള്ള വണ്ടികളും ഉണ്ട്. ഓപ്പൺ വണ്ടിയിലൊക്കെ എന്ത് ധൈര്യത്തിലാണ് പോകുന്നതെന്ന് എനിക്കിപ്പോൾ അറിയുന്നില്ല. അതൊക്കെ ഫുൾ ഓപ്പണാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗീർ നാഷണൽ പാർക്ക് സാസൻ, സിംഹസദൻ എഴുതിയിട്ടുണ്ട്. കാട് കൊടുങ്കാടല്ല ചേട്ടാ. രാത്രി ഭയങ്കര പേടിയായി. രാത്രി ചേട്ടൻ ബാക്കിൽ പതുങ്ങി കിടന്ന് പേടിച്ചിട്ട്. കാട് സിംഹം ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഓപ്പൺ കാടല്ല, ഒരു നിശ്ചിത ഏരിയ ഇവർ സംരക്ഷിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇല്ല ഇതാണ്. അപ്പോൾ ഇതിൽ ബസ്സും മറ്റേ സഫാരി ഇതിലും ഉണ്ട്. ഇതിൽ 100% ഗ്യാരണ്ടിയാണ് നമ്മൾ ഇതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ് ഇവിടെ. ഞാനോട്ട് വന്നത് ബൂബുവല്ല, ബൂബുവാണ്. ഇത് ദേവലിയ പാർക്കിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു എൻട്രിയിൽ ഇങ്ങനെ സിംഹം വെള്ളം കുടിക്കുന്നത്. ഞാനോട്ടാ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ ഇടുന്നതാണ് കയറേണ്ടത്. ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 190 രൂപയെന്ന് ഒരാൾക്ക് 3 വയസ്സിന് മുകളിൽ. എല്ലാരും ട്രിപ്പ് കഴിഞ്ഞ ഒരു 1/2 മണിക്കൂറത്തെ ട്രിപ്പ് അല്ലേ? എന്തെല്ലാം കണ്ടാ ചേട്ടാ ഉള്ളന്ന്? ഇഷ്ടപ്പെട്ടിനാ? ഇഷ്ടം പോലെ കണ്ടല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? അത് മതി. ഇവിടെ ഒരു ഗീർ സോവനിയർ ഷോപ്പ് ഉണ്ട്. ഇതിന്റെ മർച്ചൻഡൈസ് ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ബനിയനുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ടീഷർട്ടിൽ ഉണ്ടാ ചേട്ടാ? അതാ സിംഹത്തിൻ്റെ ഇതെല്ലാം ടീഷർട്ട് അല്ലേ? ആവാച്ചികളുണ്ട്. അമ്പടാ അടിപൊളി അല്ലേ? പാർക്കിൽ നല്ലൊരു ചിൽഡ്രൻസ് പാർക്കെല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ദേവലിയ പാർക്കിൻ്റെ ഉള്ളിലാണിത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനും നല്ല വൃത്തിയും നല്ല ഇതുണ്ട്. അങ്ങനെ അലമ്പൊന്നുമല്ല, നല്ല ക്ലീനാണ്. പിന്നെ ഇതാ കഴിക്കാനായിട്ട് ഒരു കഫ്റ്റേരിയ ഉണ്ട്.
ഇതായാലും റേറ്റ് വലിയ റേറ്റ് ഒന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ച നല്ല കത്തിയായിരിക്കുന്നു, കാരണം ഉള്ളിലായതുകൊണ്ടേ. അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു ഇതേ ഉള്ളൂ. അത്യാവശ്യം വൃത്തി, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാച്ച് ടവർ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഒരു വാച്ച് ടവർ. അതിൻ്റെ മുകളിൽ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ ചുറ്റിന് അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ഇതാ നമ്മൾ എത്തിയിരിക്കുന്നു വാച്ച് ടവറിൻ്റെ ഏറ്റവും ടോപ്പിൽ. ഇതാ ഏറ്റവും ടോപ്പാണിത്. ഇവിടുന്ന് ഫുള്ള് ഏകദേശം ഏരിയ മൊത്തം കാണാൻ പറ്റും. ഇതാ അങ്ങനൊരു വണ്ടി വരുന്നുണ്ട് ചെറിയ. ഇപ്പം എനിക്കൊന്ന് നിന്നു, അല്ല സാധിച്ചിട്ട് വെയിലായതുകൊണ്ട് നിന്നു. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ 11 മണി വരെയും, പിന്നെ അതുപോലെ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയാണ്. അതിനിടയിലുള്ള ടൈം ക്ലോസ് ആണ്. അതായത് വെയിലൊക്കെ ആയതുകൊണ്ട് മൃഗങ്ങളെല്ലാം കാണാൻ ചാൻസ് കുറവായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും മുകളിൽ കയറി വന്നു. ഇത് ഇവിടുത്തെ പോകുന്ന ബസ്സാണ്, അതെല്ലാം പാർക്ക് ചെയ്ത ഷെഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സമയം ആയതുകൊണ്ട് ഇപ്പം ഈ സമയത്തെല്ലാം റെസ്റ്റാണ്. ഇനിയിപ്പോൾ അടുത്ത ഷിഫ്റ്റിൽ ഇതെല്ലാം സ്റ്റാർട്ടാവുള്ളൂ. ഇപ്പം നമ്മൾ ഗിയർ കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി അടുത്ത സ്ഥലം. അഞ്ചൂട്ടാ എന്താ ഉണ്ടായിനി പോയിട്ട്? അടിപൊളി ഉണ്ടായിരുന്നു. അതെ അല്ലേ?